അയ്യോ പണി മാറിയല്ലോ. ഹലോ ഗായ്സ്, എൻ്റെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അന്നേരം അതിനെനിക്ക് നല്ല രീതിയിലുള്ള കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു അടുത്ത വീഡിയോയിലോട്ട് ഒരു ഇൻസ്പയർ ആവാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഇത് വന്നത്. അന്നേരം നമ്മൾ ഇപ്പം ടൈമെന്ന് വെച്ചാൽ വെളുപ്പിന് ഒരു 6:02, 6:03 ടൈമിലാണ്. അന്നേരം നമ്മൾ ഇന്ന് ഒരു വണ്ടിയുടെ ടെസ്റ്റ് വർക്കിനായിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വണ്ടികളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ് 15 വർഷം ആകുമ്പോഴത്തേക്കും ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യണം. പിന്നെ 5 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഒരു വണ്ടിയുടെ ആദ്യത്തെ ടെസ്റ്റ് വർക്കിന് വേണ്ടി പോവുകയാണ്. അന്നേരം ഇത് കൊല്ലത്ത് ആശ്രാമത്താണ് പോകേണ്ടത്. അപ്പം നമ്മൾക്ക് ആ വണ്ടി ഒരു കടയിൽ കിടക്കണം. ആ വണ്ടി നമുക്ക് എടുത്തിട്ട് ആശ്രാമത്ത് ഉള്ള ഒരു പമ്പ് കടയിലാണ് കിടക്കുന്നത് വണ്ടി. അന്നേരം ആ പമ്പ് കടയിൽ നിന്ന് വണ്ടി എടുത്ത് നമുക്ക് ടെസ്റ്റ് വർക്കിനായിട്ട് പോകണം. അന്നേരം ഇതാണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയുടെ ടെസ്റ്റ് വർക്കും ബാക്കി ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പം പുതിയൊരു കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തെയൊക്കെ പറ്റിയാണ് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ നേരത്തെ ഇട്ട വീഡിയോയിൽ നല്ല രീതിയിലുള്ള കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. കുറച്ച് പേഴ്സണലി ആയെങ്കിലും കുറച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെസ്റ്റിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ വണ്ടി, ടെസ്റ്റിന് കൊണ്ടുപോകേണ്ട വണ്ടി. ഇതാണ് വണ്ടി എടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ താക്കോല് കണ്ടുപിടിക്കണം. താക്കോല് എവിടെയാണ് താക്കോലാണ്ടിരിക്കുന്നത്? ഇവിടെയാണ് താക്കോല്. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അവന്മാർ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റിന് പോകാം. വണ്ടി ലോക്കാണ്. നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്.
നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കണം. ഇഗ്നീഷൻ ആണായിട്ടുണ്ട്. അമ്മമാര് പമ്പടയിലമാര് പണി നടത്തിയിട്ട് വണ്ടി ഒതുക്കി സെറ്റാക്കിയില്ല. ഇപ്പോൾ ടെസ്റ്റ് എല്ലാം അടിപൊളിയാണ്. ടൂൾസൊക്കെ ഉണ്ടല്ലേ. അയ്യോ പണി വാളിയല്ലോ. ഗായ്സ്, നമുക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട്. പണി എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ടായി എടുക്കാൻ പറ്റത്തില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഈ വണ്ടിയുടെ പമ്പിനൊരു കുഴപ്പമുണ്ടായിരുന്നു. പമ്പിൻ്റെ ഇത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഷോപ്പിൻ്റെ ഇത് കാണിക്കുന്നില്ല. അന്നേരം ചേട്ടന്മാരുടെ അടുത്ത് കാര്യങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു, ഇന്ന് ടെസ്റ്റാ, രാവിലെ വണ്ടി ഓക്കെ ആക്കണേന്ന്. ഇപ്പോഴും ഞാനിപ്പം വന്ന് വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് ഞാൻ വിചാരിച്ച് ഇപ്പം ഒരു പണി ചെയ്തിട്ട് ചിലപ്പോൾ സീറ്റ് എടുത്തിട്ട് കാണത്തില്ല, ബാക്കിയെല്ലാം ഓക്കെ ചെയ്ത് വെച്ചേക്കുവാന്ന് വിചാരിച്ച്. പക്ഷേ പമ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല. പമ്പ് കാണിച്ചു തരാം. പമ്പ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ പമ്പ് വരുന്നത് ഇതിനകത്താണ്. ഡീസൽ ഇഞ്ചക്ട് ചെയ്ത് പമ്പിനകത്തോട്ട് കൊടുക്കുന്നത്. ഇപ്പം അടിച്ചപ്പോൾ കുറച്ച് ഡീസൽ വന്നിട്ടുണ്ട്. ഇതാ പമ്പിൻ്റെ ഒരു സ്റ്റഡി ആയിട്ട് വരുന്നത് സാധനം. ഇത് പിന്നെ അതിൻ്റെ നെട്ടും ഒക്കെ വരുന്നത്. സത്യം പറഞ്ഞാൽ പമ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം എന്താകുമെന്ന് അറിഞ്ഞുകൂടാ. ആളിനെ വിളിച്ചിട്ടുണ്ട്. ടെസ്റ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 7:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം. ഇപ്പം ടൈം വന്നിട്ട് 6:56. അന്നേരം ടൈമുണ്ട്. പമ്പ് ഫിറ്റ് ചെയ്യുന്നതിൽ ഇത്ര ടൈം എടുക്കത്തില്ല എനിക്ക് തോന്നുന്നത്. റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ പമ്പ് വരുന്ന കണ്ടീഷനാണെങ്കിൽ വണ്ടി ഓടും. വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്. പമ്പിനകത്താണ് കുറച്ച് ഇഷ്യൂ വന്നേക്കുന്നത്. ഇപ്പം അവർ വന്ന് പമ്പ് ഫിറ്റ് ചെയ്ത് തന്നാൽ നമുക്ക് ടെസ്റ്റിന് കൊണ്ടുപോയി ഓക്കെ ആക്കിയിട്ട് നമുക്ക് തിരിച്ചിവിടെ കൊണ്ടുവരാം. അങ്ങനത്തെ ഉള്ള വണ്ടി പമ്പ് ഇതിനകത്ത് നേരത്തെ ഓൾറെഡി ഉള്ള പമ്പ് ഇതിനകത്ത് ഉണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ കുറച്ച് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാൽ വലിവിന് കുറവും അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസേ ഉള്ളൂ. നമ്മളത് റെഡിയാക്കാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ വലിവിൻ്റെതും പിന്നെ കുറച്ച് പുകയും ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. പമ്പ് ഇതിനകത്തിരുന്ന പമ്പ് ഓൾറെഡി ഉള്ള പമ്പ് തന്നെ ഇതിനകത്ത് കയറ്റിയിട്ടാൽ വണ്ടി സ്റ്റാർട്ടാവും. നമുക്ക് വണ്ടി കൊണ്ടുപോയി ടെസ്റ്റ് നടത്താം. ഇനിയിപ്പം പമ്പാടയിൽ ആൾ വരണം.
അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം 8 മണി കഴിഞ്ഞ്. ഇനി ഇപ്പം വണ്ടി ഇത്ര സമയമായി, ഒന്നും ആരും വന്നിട്ടില്ല ഇങ്ങോട്ട്. പഴയ പമ്പയിലെ ആളിപ്പം വരുമെന്നും പറഞ്ഞിരിക്കുക. ഇതിലായിട്ടും ആളെത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നിടത്ത് ഒരു ഏജൻ്റ് ഉണ്ട്. ഏജൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി നിൽക്കുക. നമുക്ക് ഫോൺ കോൾ ചെയ്ത് സംസാരിക്കാം പുള്ളിയുടെ അടുത്ത്. പക്ഷേ പുള്ളി ബാക്കിയുള്ള വണ്ടികളുടെ കാര്യത്തിലൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും. അന്നേരം നമുക്ക് അങ്ങോട്ട് പോവാം, നമ്മൾ ടെസ്റ്റ് നടക്കുന്നിടത്തേക്ക് പോവാം. ഇവിടെ വിളിച്ചിട്ട് പമ്പിലെ ആൾ ഇപ്പം വരുമെന്ന് പറഞ്ഞ് ഇനി നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും റെഡിയാക്കി ഇടുന്നെങ്കിൽ ഇട്ട് ഒന്നര ടെസ്റ്റ് നടക്കുന്നിടത്തോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് ടെസ്റ്റ് വർക്ക് നടക്കുന്നത് ഏരിയ. ഇവിടെയാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ആ പുള്ളി അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. അന്നേരം ടെസ്റ്റ് നടക്കുന്നിടത്തോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കും കടയിലെ ചേട്ടൻ വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടെസ്റ്റ് നടക്കുന്നിടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ ടെസ്റ്റ് വർക്കിൻ്റെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ലാസ്റ്റായി പോയി. അങ്ങനെ ഗായ്സ്, ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അങ്ങനെ ഓക്കെ ആയി. ഇനി നമുക്ക് വണ്ടി തിരിച്ച് പമ്പടയിൽ കൊണ്ടുപോകണം. പിന്നെ പമ്പിൻ്റെ കാര്യത്തെ പറ്റി ഒന്ന് സെറ്റ് ചെയ്യണം. പമ്പിൻ്റെ കാര്യം ബാക്കിയല്ല, GPS കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതിയെന്ന ഓഫീസർ പറഞ്ഞത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. നമുക്ക് നമ്മുടെ മുന്നേ ഒരു കുറച്ച് 2 വണ്ടികളുണ്ടായിരുന്നു, ഈ സെയിം വണ്ടികൾ. അതിന് കുറച്ച് കാരണങ്ങളൊക്കെ അതിൻ്റെ ചേസ് നമ്പരും കാര്യങ്ങളൊന്നും കാണുന്നില്ല, കറക്റ്റ് ക്ലിയർ അല്ല എന്നും പറഞ്ഞ് അതിട്ടേക്കുക. പിന്നെ ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ ഒരു അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ വണ്ടി നമ്മുടെ ആയിരുന്നു. ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്. അങ്ങനെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അതിനൊക്കെ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.